സിറിയ ഇപ്പോ വീണിരിക്കുന്നു. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. സിറിയയുടെ പതനം ഇസ്രായേലിന്റെ വിജയമാണെന്നൊക്കെ നമ്മൾ സംസാരിച്ചു. ഇപ്പോഴിതാ സിറിയയുടെ പതനത്തെക്കുറിച്ച് ഇറാൻ പ്രഖ്യാപിച്ചു. അയത്തുള്ള ഖമേനി ഒരു പ്രഖ്യാപനം നടത്തി. അത് ലോക രാഷ്ട്രീയത്തിൽ തന്നെ അടുത്തൊരു ഭയം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇറാന്റെ പ്രഖ്യാപനം കണക്കിലെടുക്കാതെ സിറിയയിൽ തങ്ങളുടെ എംബസി തുറക്കാൻ പോവുകയാണെന്ന് ഖത്തർ സർക്കാർ പ്രഖ്യാപിച്ചു. റഷ്യ ഇതുവരെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അതിന് ഒരു കാരണവുമുണ്ട്. യുഎസും ഇസ്രായേലും തുർക്കിയും സിറിയയ്ക്ക് എതിരായ ഈ വിജയം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ലോക രാഷ്ട്രീയത്തിൽ അടുത്ത നീക്കം നമുക്കൊരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല. ലോക രാഷ്ട്രീയം പ്രവചനാതീതമാണ്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. 14 വർഷമായി സിറിയയിൽ ആഭ്യന്തര യുദ്ധം നടന്നു. ബഷീർ അൽ അസാദ് ഭരണകൂടത്തെ അട്ടിമറിച്ചതോടെ ആഭ്യന്തര യുദ്ധം അവസാനിച്ചു. ഇന്ന് സിറിയയുടെ ആ പതനത്തിന്റെ അനന്തര ഫലം എന്താണെന്ന് അറിയണ്ടേ? സിറിയയിലെ ബഷീർ അൽ അസാദിന്റെ പിതാവിന്റെ ശവകുടീരം വിമതരും HTS ആളുകളും ചേർന്ന് കത്തിച്ചു. ശവകുടീരം കുഴിച്ച ശേഷം അവരത് കത്തിച്ചു. വിമതർ അവരുടെ ഈ വിജയം ആഘോഷിക്കാൻ കത്തുന്ന ശവകുടീരത്തിൽ നിന്ന് വീഡിയോയും സെൽഫികളും പകർത്തി. അതിനെക്കുറിച്ചുള്ള വാർത്തകളും നമുക്ക് കാണാൻ സാധിക്കും. അതേ വിമതരും HTS സംഘടനകളും അവർ ബഷീറിന്റെ പിതാവിന്റെ എല്ലാ പ്രതിമകളും സ്മാരകങ്ങളും തകർത്തു. മറ്റൊരു വാർത്ത സിറിയൻ ജനങ്ങൾ സിറിയയെ നോക്കി മടങ്ങുന്നുവെന്നുള്ളതാണ്. പല രാജ്യങ്ങളിൽ നിന്നും സിറിയയിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. യുദ്ധസമയത്ത് സിറിയയിൽ നിന്നും പോയവരെല്ലാം തിരികെ വരണമെന്ന് വിമതരും HTS ഒരു പ്രഖ്യാപനം നടത്തി. സിറിയയിൽ ഒരു പുതിയ പ്രധാനമന്ത്രിയെ നിയമിച്ചു, മുഹമ്മദ് അൽ ബഷീർ. എന്നാൽ അദ്ദേഹം ഇന്റർനാഷണൽ ലെവലിൽ ഒരു ബ്ലാക്ക് ലിസ്റ്റഡ് പേഴ്സൺ ആണ്. സിറിയയിലെ ഈ ഒരു മാറ്റം കാരണം വിമതർക്കും HTSനും മടങ്ങി വരുന്ന ജനങ്ങൾക്ക് ഒരു സുസ്ഥിരമായ ജീവിതം ഉണ്ടാക്കാൻ സാധിക്കുമോ? തീർച്ചയായും ഇല്ല. അത് സാധ്യമല്ല. കാരണം വിമതർക്ക് വിദേശ ഫണ്ടുകളൊന്നുമില്ല. അത്തരം വിദേശ ഫണ്ടുകൾ ഇല്ലാതെ വിമതർക്ക് എങ്ങനെ ഒരു നല്ല സർക്കാർ ഉണ്ടാക്കാനാകും? സിറിയ ഒരു യുണൈറ്റഡ് അല്ലെങ്കിൽ സ്വയം വളർന്നു വരുന്ന ഒരു രാജ്യമൊന്നുമല്ല. സിറിയയിലെ ആഭ്യന്തര യുദ്ധം ആ രാജ്യത്തെ തന്നെ കീറി മുറിച്ചിട്ടുണ്ട്. സിറിയയിലെ ജനങ്ങൾക്ക് നന്നായി ജീവിക്കാനും വളരാനും നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള സഹായഹസ്തങ്ങൾ ആവശ്യമാണ്. സിറിയയുടെ ഖജനാവ് തന്നെ ഒലിച്ചു പോയിട്ടുണ്ട്. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ സിറിയയെ സഹായിക്കുമെന്ന് അടുത്തിടെ വന്ന വാർത്തകൾ പറയുന്നുണ്ട്. അയത്തുള്ളയിൽ നിന്ന് വന്ന പ്രഖ്യാപനം സിറിയയുടെ ഈ പതനത്തിന് പിന്നിൽ 2 പേർ മാത്രമാണ് കാരണം. ഒന്ന് അമേരിക്ക, മറ്റൊന്ന് ഇസ്രായേൽ ജൂതന്മാരുമാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആസൂത്രണത്തോടെ അൽ അസാദിന്റെ ഭരണം അട്ടിമറിക്കപ്പെട്ടു. ഈ വീഴ്ച വരുത്താൻ ഒരു അയൽ രാജ്യവും സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇറാന് നന്നായി അറിയാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തുർക്കി അവിടെ ചൂണ്ടിക്കാണിച്ചു. തുർക്കി, ഇസ്രായേൽ, US ഈ 3 രാജ്യങ്ങളാണ് സിറിയയുടെ പതനത്തിന് കാരണമെന്നും ഇറാൻ പറഞ്ഞു. കൂടാതെ USന്റെയും ഇസ്രായേലിന്റെയും സൈന്യത്തെ പുറത്താക്കാൻ സിറിയയിലെ യുവാക്കൾ തയ്യാറാകും. സിറിയയിൽ ഒരു പ്രതിരോധ ശക്തി ഉണ്ടാകുമെന്നും ഇറാൻ അറിയിച്ചു. പ്രതിരോധ ശക്തിയോ? സിറിയയിൽ ഇത് വീണ്ടും സംഭവിക്കുമോ എന്നൊരു ചോദ്യമാണ് നിങ്ങൾക്കടുത്ത് വരുന്നത്, അല്ലെ? ഈ പ്രതിരോധ ശക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിലും ഹമാസിനെ ഒരു പ്രതിരോധ ശക്തിയായാണ് പറഞ്ഞത്. ഇതേ റെസിസ്റ്റൻസ് ഫോഴ്സായി തന്നെയാണ് ഹിസ്ബുള്ളയെയും പറഞ്ഞത്. അതിനാൽ തിരിച്ചടിക്കാൻ ആഗ്രഹിച്ച സിറിയയിലെ യങ്സ്റ്റേഴ്സ് USന്റെ പ്രവർത്തനങ്ങൾ കാരണം സിറിയയിൽ ഒരു പ്രതിരോധ ശക്തിയായി പോരാടും. അത് അമേരിക്ക കാണാൻ തന്നെയാണ് പോകുന്നത്. അത് ഞങ്ങളും കണ്ണു നിറയെ കാണുമെന്ന് ഇറാൻ പറഞ്ഞു. ഈ സംഘർഷം കാണാൻ ഞങ്ങൾക്ക് നല്ലൊരു ഇരിപ്പിടമുണ്ടാകുമെന്നും അവർ പറഞ്ഞു. ഇനി അടുത്ത് ഇറാൻ സിറിയയെ സഹായിക്കില്ലേ എന്ന ചോദ്യത്തിനും അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു. ആവശ്യമായ സമയങ്ങളിൽ ഇറാനിൽ നിന്ന് സിറിയയ്ക്ക് സഹായം ലഭിക്കുക തന്നെ ചെയ്യും. ഖത്തർ പറഞ്ഞത് അവിടെ എന്ത് പ്രശ്നം വേണമെങ്കിലും നടന്നോട്ടെ, പക്ഷെ ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ ഞങ്ങളുടെ എംബസി തുറക്കാനുള്ള ആഗ്രഹം അറിയിക്കുന്നു. അവരവരുടെ എംബസി അവിടെ തുറക്കാൻ വളരെ ഉത്സാഹുരാണ്. ഈ സിറിയൻ സംഘർഷത്തിൽ തുർക്കിക്ക് നിശബ്ദത പാലിക്കാൻ മാത്രമേ കഴിയൂ. അതിന് കാരണമുണ്ട്. സിറിയയുടെ ചില ഭാഗങ്ങൾ കുർദിഷ് സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. 900-ലധികം US സൈനികർ കുർദിഷ് സേനയെ പിന്തുണച്ചിട്ടുണ്ട്. കുർദുകൾക്കെതിരെ ഇപ്പോ തുർക്കിക്ക് വലിയൊരു ആക്രമണം പ്രഖ്യാപിക്കാൻ കഴിയില്ലെങ്കിലും തുർക്കി ഇടയ്ക്കിടെ കുർദുകൾക്ക് നേരെയുള്ള ആക്രമണം ചെയ്തു വരുന്നുണ്ട്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ദക്ഷിണ സിറിയയിൽ ഇസ്രായേൽ 480 വ്യോമാക്രമണം നടത്തി. സിറിയയുടെ സമ്പൂർണ്ണ നാവികസേനയെയും സൈനിക ഉപകരണങ്ങളും സിറിയയിലെ ആയുധ സംഭരണശാലകളും ഇസ്രായേൽ നശിപ്പിച്ചു. ഇസ്രായേലിനെതിരെ സിറിയയിൽ നിന്ന് യാതൊരു പ്രശ്നവും വരാൻ പാടില്ല. സിറിയയിൽ നിന്ന് ലബനിലേക്ക് ആയുധങ്ങളൊന്നും കൈമാറരുത് എന്നതിനു വേണ്ടിയും വളരെ ജാഗ്രതയോടുകൂടിയാണ് ഇസ്രായേൽ പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം ഒരു ഭാഗത്ത് മാറ്റിവെക്കാം. എന്തുകൊണ്ട് റഷ്യ ഇവിടെ ശാന്തരായിരിക്കുന്നു? റഷ്യ വെറും കാഴ്ച
കാഴ്ചക്കാരായി മാത്രം നിൽക്കുന്നത് എന്തുകൊണ്ട്? സിറിയയുടെ പതനത്തിൽ റഷ്യയുടെ രോക്ഷം എന്തുകൊണ്ട് പ്രകടിപ്പിക്കുന്നില്ല? അസാദ് സർക്കാരിന് റഷ്യയുടെ പിന്തുണ നൽകിയത് എന്തുകൊണ്ട് ലോകരാജ്യങ്ങൾ കണ്ടില്ല? അതിന് ഒരേയൊരു കാരണം മാത്രമേ ഉള്ളൂ, റഷ്യ ഉക്രൈൻ യുദ്ധം. കൂടാതെ റഷ്യയുടെ സ്വത്തുക്കൾ സിറിയയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. സിറിയയിലെ സൈനികർക്ക് ആവശ്യമായ സഹായം റഷ്യ ഇതിനകം ചെയ്തല്ലോ. അതിനാൽ റഷ്യയുടെ സൈനിക ഉപകരണങ്ങൾ, റഷ്യയുടെ എല്ലാ അസംസ്കൃത വസ്തുക്കൾ ഇവയെല്ലാം സിറിയയിലെ ചില സ്ഥലങ്ങളിൽ ഉണ്ട്. ഇവ എങ്ങനെയെങ്കിലും തിരികെ റഷ്യയിലേക്ക് കൊണ്ടുവരണമെന്ന് കരുതി റഷ്യ ഈ വിമതരുമായി ചർച്ചയിൽ ഏർപ്പെട്ടു എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. എന്നാൽ റഷ്യ സിറിയയിൽ പെട്ടെന്നൊരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ റഷ്യയുടെ ആസ്തികൾക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടാക്കും. ഇതാണ് റഷ്യയുടെ ശാന്തതയ്ക്ക് പിന്നിലെ കാരണം. അപ്പോൾ സിറിയയിൽ ആളുകൾ പ്രവേശിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഏതൊക്കെ രാജ്യങ്ങളിലാണ് സിറിയൻ അഭയാർത്ഥികൾ ഉള്ളത്? 95% സിറിയൻ ജനതയും അടുത്തുള്ള 10 രാജ്യങ്ങളിൽ താമസിക്കുന്നുണ്ട്. അവർ എല്ലാവരും സിറിയയിലേക്ക് ഇപ്പോൾ മടങ്ങുകയാണ്. തുർക്കിയിൽ 3.2 മില്യൺ സിറിയക്കാരാണ് താമസിക്കുന്നത്, അതായത് 32 ലക്ഷം പേർ. 7,85,000 പേരാണ് ലബനനിൽ താമസിക്കുന്നത്. 7 ലക്ഷം സിറിയക്കാരാണ് ജർമ്മനിയിലുള്ളത്. ജോർദാനിൽ 6 ലക്ഷം പേർ, ഇറാനിൽ 2.5 ലക്ഷം, ഈജിപ്തിൽ 1.5 ലക്ഷം, സ്വീഡനിൽ 95,000 പേർ, ഓസ്ട്രിയ, നെതർലാൻഡ്, ഗ്രീസ് എന്നിവിടങ്ങളിലും സിറിയൻ ജനതകൾ താമസിക്കുന്നുണ്ട്. ഈ രാജ്യങ്ങളിൽ നിന്ന് സിറിയൻ ജനത സിറിയയിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ മടങ്ങി വരുന്ന നിരവധി ആളുകൾ അവരുടെ ബന്ധുക്കളെല്ലാം തിരയുകയാണ്. കാരണം ആ സ്ഥലത്താണ് മനുഷ്യരെ കൊല്ലാനുള്ള ഒരു ജയിലുള്ളത്. ഡമാസ്കസിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ പോയാൽ സെഡ്നായ എന്ന ഒരു ജയിലുണ്ട്. 1980കളിലാണ് ഇത് ആരംഭിച്ചത്. 2 തരം കെട്ടിടങ്ങളുണ്ട്. ഒന്ന് ചുവന്ന കെട്ടിടം, മറ്റൊന്ന് വെള്ള നിറത്തിലുള്ള കെട്ടിടം. വിമതരെയോ സിറിയൻ സർക്കാരിന് എതിരെയുള്ള ആളുകളെയോ ഈ ചുവന്ന ബിൽഡിംഗിൽ അറസ്റ്റ് ചെയ്ത് വെക്കുന്നു. 10,000 മുതൽ 20,000 ആളുകൾ വരെ ഈ റെഡ് അല്ലെങ്കിൽ വൈറ്റ് ബിൽഡിംഗിൽ തടവിലാക്കിയെന്ന ചരിത്രം എഴുതപ്പെട്ടാലും കണക്കിൽ പറഞ്ഞവയേക്കാൾ കൂടുതൽ ആളുകൾ അവിടെ തടവിലാണ് എന്ന വാർത്തകളും പുറത്തു വരുന്നു. അതുപോലെ ഈ വെള്ള കെട്ടിടം എന്ന് പറയുമ്പോൾ 2011 ശേഷം സിറിയൻ സർക്കാർ ഉദ്യോഗസ്ഥരിൽ തന്നെ സർക്കാരിന് എതിരെയുള്ളവർ, ചാരന്മാർ, ഇത്തരക്കാരെ തടവിലാക്കാനാണ് ഈ വെളുത്ത കെട്ടിടം നിർമ്മിച്ചത്. ഈ കെട്ടിടത്തിലെ ഏറ്റവും സാധാരണമായ ഒരു കാര്യം ആ ജയിലിൽ തങ്ങൾക്ക് ആവശ്യമില്ലാത്ത വ്യക്തികളെ പീഡിപ്പിച്ചു കൊല്ലാനുള്ള ഒരു അറവ് ശാലയായിരുന്നു എന്നതാണ്. ആ ജയിലിൽ നിന്നുള്ള ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ധാരാളം അസ്ഥികൂടങ്ങൾ കാണാൻ സാധിക്കും. കൂടാതെ ആ അസ്ഥികൂടങ്ങളിൽ നിരവധി പീഡനങ്ങൾ ഏറ്റതിന്റെ സാന്നിധ്യവുമുണ്ട്. മനുഷ്യ ചരിത്രത്തിൽ നാസി സേന എങ്ങനെയാണോ മനുഷ്യരെ പീഡിപ്പിച്ചു കൊന്നത് എന്ന് നമുക്ക് നന്നായി തന്നെ അറിയാം. ഇത്രയും മോശമായ പീഡന അറകളാണ് ഇവിടെയുള്ളത് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇതിന് പിന്നിൽ പല നിഗൂഢതകളും പല കെമിക്കൽ വെപ്പൺസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായി തന്നെ മാറിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കടന്നു വന്ന് സിറിയക്കിന് ജയിക്കാൻ സാധിക്കുമോ? സുസ്ഥിരമായ ഒരു ജീവിതം നയിക്കാൻ സിറിയൻ ജനതയ്ക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ അമേരിക്ക, തുർക്കി, ഇസ്രായേൽ എന്നിവരുടെ സഹായത്തോടെ സിറിയൻ ജനതയ്ക്ക് നല്ലൊരു ജീവിതം നയിക്കാനാകും. എന്നാൽ സിറിയയിലെ പള്ളികളെല്ലാം ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. കാരണം വിമതരും HDSകാരും ഇസ്ലാമിക മതത്തിൽ നിന്നുള്ളവരാണ്. ഈ പ്രാരംഭഘട്ടത്തിൽ പള്ളികൾ തുറക്കരുത് എന്ന് അവർ ക്രിസ്ത്യാനികളോട് ആവശ്യപ്പെട്ടു. എന്നാൽ തങ്ങൾ ക്രിസ്തു മതത്തെ എതിർക്കുന്നില്ല എന്നും HDS പ്രഖ്യാപിച്ചിരുന്നു. മുൻപത്തെ പോലെ ആയിരിക്കില്ല ഞങ്ങൾ ഇത്തവണ, അൽഖ്വയ്ദയുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നും HDS സ്ഥിരീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ സിറിയയിൽ എല്ലാ മതങ്ങൾക്കും ഇടം വേണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. ഇത് മാർപ്പാപ്പ ഒരു അഭ്യർത്ഥനയായി തന്നെ നടത്തി. അതിനാൽ ഒരു പുതിയ സിറിയ ഉണ്ടാക്കാൻ നമുക്കെല്ലാവർക്കും ചേരാം. നമുക്കെല്ലാവർക്കും ജീവിക്കാൻ ഒരിടമുണ്ട്. നമുക്ക് സിറിയയെ വീണ്ടും കെട്ടിപ്പടുക്കാം എന്ന ഹാഷ്ടാഗോടുകൂടി സിറിയയിലെ പല സ്ഥലങ്ങളും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നിരവധി പേർ സിറിയയിലേക്ക് മടങ്ങുകയാണ്. മടങ്ങി വരുന്ന സിറിയൻ ജനതയോട് UKയുടെയും US ഇന്റലിജൻസിന്റെയും നിലപാട് എന്താണ്? അവർ പറഞ്ഞത് ഇപ്പോ ഒരു തീരുമാനത്തിൽ വരാൻ സാധിക്കില്ല. സിറിയയിൽ ഇതൊരു പ്രാരംഭഘട്ടം മാത്രമാണ്. നിരവധി ഘട്ടങ്ങൾക്ക് ശേഷം ഒരു ഔദ്യോഗിക സർക്കാർ ഉണ്ടായതിനു ശേഷം മാത്രമേ സിറിയൻ ജനതയുടെ ഗുണദോഷങ്ങളെ കുറിച്ച് ഇന്റലിജൻസിന് പറയാൻ സാധിക്കും. ഇപ്പോൾ അത് പ്രഖ്യാപിക്കാനുള്ള ശരിയായ സമയം അല്ല എന്നും ഇന്റലിജൻസ് തങ്ങളുടെ പ്രസ്താവന പറഞ്ഞു. എങ്ങനെയായാലും സിറിയയിലെ ഈ ഒരു മാറ്റം ഇറാനെ ചൂടുപിടിപ്പിച്ചിട്ടുണ്ട്. അടുത്ത റൗണ്ട് ഞങ്ങൾ വിജയിക്കുമെന്നും ഇറാൻ പറഞ്ഞു. സിറിയൻ യുവാക്കൾ ആക്രമിക്കും, ലോകം അത് കാണും, അമേരിക്കയെ സിറിയയിൽ നിന്നും പുറത്താക്കും. അതിനാൽ അടുത്ത യുദ്ധത്തിന്റെ ഉത്ഭവം ഇറാൻ നങ്കൂരമിട്ടിട്ടുണ്ട്. ഈ യുദ്ധം 5 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 10 വർഷത്തിന് ശേഷമൊക്കെ ആയിരിക്കാം, നമുക്കറിയില്ല.
സിറിയയ്ക്ക് കുറച്ചു ദിവസം സമാധാനമായിരിക്കും. എന്നാൽ അടുത്തു വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഇപ്പൊ തന്നെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാണാം. സിറിയയിൽ നല്ലൊരു ഭാവി വരണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യവും ആഗ്രഹവും. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.